ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂടാനും അതുപോലെ തന്നെ കൈകാൽ തരിപ്പുകളൊക്കെ മാറ്റി ഞരമ്പുകൾക്കൊക്കെ ബലം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള 3 തരം പാനീയങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന 3 വസ്തുക്കൾ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് ഇഞ്ചി ചായയാണ്. ഇഞ്ചി ചായ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ഗ്ലാസ് വെള്ളം എടുത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് മതി. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന ഒരു നിത്യവസ്തു തന്നെയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടാനും ഒക്കെ ഉള്ള കഴിവ് ഇഞ്ചിക്ക് വളരെയധികമാണ്. ഇനി നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് ഇഞ്ചി ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. ഇതിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് നമ്മളിത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇഞ്ചി ചായ തയ്യാറാക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഒരു കപ്പാക്കി കുറക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഇഞ്ചി ചേർത്തിട്ടുള്ള നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇഞ്ചി ചായ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ ഒരു ഗ്ലാസ് ആയിട്ട് വരുന്നതുമാണ്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇഞ്ചി ചായയുടെ ഗുണങ്ങൾ അത്രയും അധികമാണ്. നമ്മുടെ കൈകാൽ തരിപ്പിനൊക്കെ നല്ലതാണ് കുടിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി ചായ എന്നത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി ചായ നമുക്ക് ചെറു ചൂടോട് കൂടി കുടിക്കുന്നതാണ് വളരെയധികം നല്ലത്. അധികം തണിയാൻ കാത്തു നിൽക്കരുത്. ഇഞ്ചി ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദഹനത്തിന് പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് ഇഞ്ചി ചായ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കറുവപ്പട്ട കൊണ്ടുള്ള ചായയാണ്. കറുവപ്പട്ട ചായ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നേർമയായിട്ടുള്ള ഒരു കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള കറുവപ്പട്ടയൊന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ എത്ര വെള്ളം യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നേർമയുള്ള ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ കറുവപ്പട്ട നന്നായിട്ട് തിളച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്വല്പം ചായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ചെറു ചൂടോട് കൂടി തന്നെ കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചായയിൽ പ്രമേഹ രോഗികളാണെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പനക്കൽക്കണ്ടമോ അല്ലെങ്കിൽ തേനോ ചേർത്തിട്ട് ഈ ചായ കുടിക്കാവുന്നതാണ്. 2 ചായയും ഇഞ്ചി ചായയും അതുപോലെ തന്നെ കറുവപ്പട്ട ചായയും മധുരം വേണ്ടവർക്ക് തേനോ അല്ലെങ്കിൽ പനക്കൽക്കണ്ടമോ ചേർത്തിട്ട് കുടിക്കാം. പ്രമേഹ രോഗികളാണെങ്കിൽ മധുരമൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് വളരെയധികം നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ചായയാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഇഞ്ചി ചായയും അതുപോലെ തന്നെ കറുവപ്പട്ട ചായയും. ഇഞ്ചി ചായ ആയാലും കറുവപ്പട്ട ചായ ആയാലും ചെറു ചൂടോട് കൂടി കുടിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ദിവസത്തിൽ 2 തവണയാണ് ഈ ചായ കുടിക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന 3ാമത്തെ പാനീയം എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടുള്ള വെള്ളമാണ്. ഈ ഉലുവ വെള്ളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവയാണ്. ഇത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു രാത്രി കുതിർത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഈ ഉലുവയൊക്കെ അരിച്ചെടുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു നൈറ്റ് നമുക്ക് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ അത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റ്. ഇപ്പോൾ ഞാൻ ഉലുവയൊക്കെ അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉലുവ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ ഞാനിവിടെ 3 തരത്തിലുള്ള പാനീയങ്ങൾ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൈകാൽ തരിപ്പുകളൊക്കെ മാറ്റി നമ്മുടെ രക്തയോട്ടം കൂട്ടാനും ഞരമ്പുകൾക്ക് ബലം വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്